മുട്ട കൊണ്ട് നല്ലൊരു കിടിലൻ ഐറ്റം. പുഴുങ്ങിയെടുത്ത മുട്ടയിൽ നമുക്ക് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് കുത്തിയിട്ട് കത്തി വെച്ച് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ മുട്ടയും അതുപോലെ വരഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്യുക. നമുക്ക് മിക്സ് ചെയ്ത് കുരുമുളക് പൊടി ഉപ്പും കൂടെ ഒന്ന് ചാലിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് ഇടിച്ച് എടുക്കാം. പുഴുങ്ങിയെടുത്ത കിഴങ്ങ് നല്ലപോലെ ഇടിച്ചതിന് ശേഷം ഇടിച്ച മുളക്, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് റസ്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാലയ്ക്കകത്തോട്ട് നമുക്ക് ഈ ഒരു കോഴിമുട്ട ഈ മസാല പൊതിഞ്ഞ് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മുട്ടയ്ക്കകത്ത് നമ്മൾ മസാല എല്ലാം പുരട്ടി സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് റസ്ക് പൊടിയും 2 കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചെടുക്കുക. മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഐറ്റം നമുക്ക് മുട്ടയിലൊന്ന് നല്ലപോലെ ഒന്ന് മുക്കി ഇതേപോലെ ഒന്ന് മുക്കി റസ്ക് പൊടിയിലും നന്നായിട്ടൊന്ന് മുക്കി നല്ലപോലെ ഒന്ന് കൂട്ടി എടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ എണ്ണയിലോട്ടിടാം. ഈ ഒരു കളറാകുമ്പോഴത്തേനും അതിങ്ങ് വാങ്ങുക. കാരണം മുട്ടയും കിഴങ്ങും മാവും എല്ലാം വെന്തതാണ്. അപ്പം ഈ ഒരു കളറാകുമ്പോഴത്തേനും അതിന് വാങ്ങുക. അപ്പം മുട്ട വെച്ച് നമ്മൾ തയ്യാറാക്കിയ ഒരു വെറൈറ്റി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. കിടിലൻ ടേസ്റ്റ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.